CBSE ഗ്രേഡ് 10 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടോപ്പിക്കിൽ സബ്ജക്റ്റിൽ എപ്പോഴും എല്ലാ ബോർഡ് എക്സാമിനും ചോദിച്ചിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് പോർഷനാണ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഫൈനൽ ചാപ്റ്റർ. അപ്പം നമ്മുടെ AI പ്രൊജക്ട് സൈക്കിളിലെ 5 സ്റ്റെപ്പുകളിൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് സിസ്റ്റത്തിൻ്റെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്, സിസ്റ്റം പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം, സിസ്റ്റം കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പം ഇവാലുവേഷൻ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു ബ്രെയിനിൻ്റെ അതേ സ്ട്രാറ്റജി വെച്ചിട്ടല്ല, അതേ പാറ്റേൺ വെച്ചിട്ടാണ് AI സിസ്റ്റവും കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം അനാലിസിസ് ചെയ്യുന്നു, എന്നിട്ട് തീരുമാനം എടുക്കുന്നു. ഇപ്പം ഞാൻ രാവിലെ നോക്കിയിട്ട് എൻ്റെ തലച്ചോറ് എന്നോട് പറയുവാണ്, ഇന്നിനി മഴ പെയ്യാൻ ചാൻസ് ഒന്നുമില്ല, ഇന്ന് കുട എടുക്കണ്ട എന്നും പറഞ്ഞ് ഞാൻ നേരെ പുറത്തോട്ടിറങ്ങുന്നു. അന്ന് എനിക്ക് എൻ്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആവുന്നു. റിയാലിറ്റിയിലും എന്താണ്, അന്ന് മഴയൊന്നും പെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ കറക്റ്റാണ്, ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ എൻ്റെ കാര്യങ്ങൾ നടന്നു, അല്ല എൻ്റെ ബ്രെയിൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നു. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻസ് കറക്റ്റാണ്. ഇപ്പം എൻ്റെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോവാണ്, ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഇല്ലെന്നും പറഞ്ഞ് ഞാൻ കുഴ എടുക്കാതെ പോകുന്നു. പക്ഷേ എൻ്റെ പ്രൊഡിക്ഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? മഴ പെയ്യുന്നു, കുട കയ്യിലെടുത്തിട്ടില്ല, മുഴുവനായിട്ട് ഞാൻ നനയുകയും ചെയ്യും. അപ്പം ഒരു സിസ്റ്റത്തിനെ ഇവാലുവേറ്റ് ചെയ്യുവാണ്, അതിൻ്റെ പ്രൊഡിക്ഷൻസ് എല്ലാം റിയാലിറ്റിയിൽ സക്സസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവാലുവേഷൻ സംബന്ധിച്ച് നമുക്ക് 2 ടെർമിനോളജീസാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത്. ഒന്ന് പ്രഡിക്ഷനും, രണ്ടാമത്തെ റിയാലിറ്റി. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ഔട്ട്പുട്ടാണ് നൽകുന്നത്, അതായത് സിസ്റ്റം നൽകുന്ന ഈ പറഞ്ഞ പോലെ ഔട്ട്പുട്ടാണ്. ഇപ്പം എന്താണ്, ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ, അതുപോലെ സിസ്റ്റം പറയുന്ന ഔട്ട്പുട്ടിനെയാണ് പറയുന്നത് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും എന്താണോ സംഭവിച്ചത് അതിനെയാണ് പറയുന്നത് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രഡിക്ഷനെയും റിയാലിറ്റീനെയും ബേസ് ചെയ്തിട്ടാണ് 2 ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ്, ഇതിൻ്റെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ AI സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതിനെ പറ്റിയിട്ട് പറയാൻ നമുക്കൊരു എക്സാമ്പിൾ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ അതേ എക്സാമ്പിൾ തന്നെയാണ്, എക്സാമിനും ഇതേ എക്സാമ്പിൾ ഇട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ ഒരു കേസാണ്, നമ്മളൊരു AI സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ AI സിസ്റ്റത്തിൻ്റെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യലാണ് നമ്മുടെ AI സിസ്റ്റത്തിൻ്റെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിനകത്ത് നമ്മുടെ AI സിസ്റ്റം പറഞ്ഞു, ഇന്ന് നമുക്ക് ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുവാണ്. ഇന്ന് ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുവാണ്. ആ പറഞ്ഞ പോലെ തന്നെ റിയാലിറ്റിയിൽ എന്ത് സംഭവിച്ചു? കാട്ടുതീ വന്നു, ഫോറസ്റ്റ് ഫയർ വന്നു. അപ്പോൾ എന്ത് പറ്റി? സിസ്റ്റം പറഞ്ഞ അതേ കാര്യം തന്നെ സംഭവിച്ചു. അപ്പം ഈ ഒരു കേസിനെയാണ് പറയുന്നത് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഓർത്തിരിക്കുക, സിസ്റ്റത്തിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് yes എന്നാണെന്നുണ്ടെങ്കിൽ, സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്യുന്ന yes എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോസിറ്റീവ് എന്ന് എഴുതുക. രണ്ടാമത് സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് പ്രഡിക്ഷനും റിയാലിറ്റിയും പറഞ്ഞ പോലെ തന്നെ, പ്രഡിക്ഷൻ പോലെ തന്നെ റിയാലിറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഹിയർ വി ക്യാൻ സേ ഇറ്റ് ആസ് എ ട്രൂ പോസിറ്റീവ് കണ്ടീഷൻ. So here the prediction is yes and the reality is also yes. So we can say it's a true positive condition. അപ്പോൾ ഈ കണ്ടീഷനിൽ എന്താണ്, സിസ്റ്റം എസ് പറഞ്ഞു, അതുപോലെ തന്നെ റിയാലിറ്റി എസ് പറഞ്ഞു. അപ്പം ഈ കണ്ടീഷനെ ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു കണ്ടീഷൻ പറയുവാണ്. മൊത്തം 4 കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സിസ്റ്റം പറഞ്ഞു, ഇന്ന് കാട്ടുതീക്കുള്ള യാതൊരു ചാൻസും ഇല്ല, ഇന്ന് കാട്ടുതീ ഉണ്ടാകത്തില്ല എന്ന് സിസ്റ്റം എന്ത് ചെയ്തു? പ്രെഡിക്റ്റ് ചെയ്തു. സംഭവിച്ചത് എന്താ? അതുപോലെ തന്നെ എന്താണ്, അന്ന് കാട്ടുതീ ഒന്നും സംഭവിച്ചില്ല. സിസ്റ്റത്തിൻ്റെ പ്രൊഡിക്ഷൻ എന്താണ്? ഇല്ല എന്ന് പറഞ്ഞ കാര്യം, കാട്ടുതീ ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് പറയുന്നത് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പ്രഡിക്ഷൻ സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്ത് നോയാണ്. നേരത്തെ കേസിൽ എസ് ആണ് പറഞ്ഞത്, ഇവിടെ സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്ത് എന്താണ്, നോയാണ് പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ നെഗറ്റീവ് എന്ന് എഴുതുക. നോ പറയുന്ന കണ്ടീഷൻ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താണ്, സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എന്താണ്, ഇന്ന് കാട്ടുതീ ഇല്ല എന്ന് പറഞ്ഞു, ഇന്ന് കാട്ടുതീ ഉണ്ടായില്ല. ആ കണ്ടീഷനെയാണ് പറയുന്നത് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്, നെഗറ്റീവ് കേസാണ്, സിസ്റ്റം നോയാണ് പറഞ്ഞത്, പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. പ്രഡിക്ഷൻ ആൻഡ് റിയാലിറ്റി ആർ സെയിം ഹിയർ. സോ വി കോൾ ഇറ്റ് ആസ് എ ട്രൂ നെഗറ്റീവ് കണ്ടീഷൻ. ഈ 2 കേസും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്ത കേസ് എന്ന് പറയുന്നത് 3ാമത്തെ കേസിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്തത് എന്താണ്, ഇന്ന് കാട്ടുതീക്കുള്ള ചാൻസ് ഉണ്ട്, യെസ് ആണ് സിസ്റ്റം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോസിറ്റീവ് എഴുതി വെച്ചു കേട്ടോ. അപ്പോൾ എന്താണ്, സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്തു യെസ് ആണ് പറഞ്ഞത്. പക്ഷേ അന്ന് രാത്രി ഫോറസ്റ്റ് ഫയർ എന്താണ്, കാട്ടുതീക്കുള്ള ചാൻസ് ഉണ്ടെന്ന് സിസ്റ്റം പറഞ്ഞു. പക്ഷേ എന്താണ്, റിയാലിറ്റിയിൽ കാട്ടുതീയൊന്നും ഉണ്ടായില്ല. എന്ത് ചെയ്തു? കാട്ടുതീ ഉണ്ടായേ ഇല്ല. അപ്പോൾ എന്താണ്, പറഞ്ഞ കാര്യം സിസ്റ്റത്തിൻ്റെ പ്രൊഡിക്ഷൻ റിയാലിറ്റി സെയിം അല്ല. സിസ്റ്റം ഇല്ലെന്ന് ഉണ്ടാകാൻ ചാൻസ്, കാട്ടുതീ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് യെസ് ആണ് പറഞ്ഞത്. എന്താണ്, കാട്ടുതീക്കുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ റിയാലിറ്റിയിൽ കാട്ടുതീ ഉണ്ടായില്ല. അപ്പോൾ എന്താണ്, പറഞ്ഞത് തെറ്റിപ്പോയില്ലേ? അപ്പോൾ സോ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഫോൾസ് പോസിറ്റീവ്. അപ്പോൾ ഈ ട്രൂയും ഫോൾസും ഇത്രയേ ഉള്ളൂ. സിസ്റ്റം പറയുന്നത് കറക്റ്റാണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ എന്താണ്, ഫോൾസ്. സിസ്റ്റം പറയുന്നത് യെസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്, സിസ്റ്റം പറയുന്നത് നോ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇതാണ് 3rd കേസ് എന്ന് പറയുന്നത്.
ഇനി ഒരു സ്റ്റേറ്റ് കൂടിയുണ്ട്, ആ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് എന്താണ്, ഫോർത്ത് കണ്ടീഷൻ. സിസ്റ്റം പറഞ്ഞു നോ, ഇന്ന് കാട്ടുതീ ഇന്നുണ്ടാകത്തേയില്ല. പക്ഷേ എന്താണ്, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി കാട്ടുതീ. അപ്പോൾ സിസ്റ്റം പറഞ്ഞത് നോ ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നെഗറ്റീവ് എഴുതി വെച്ചു. സിസ്റ്റം പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ സംഭവിച്ചത്, അതുകൊണ്ട് ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ഫോൾസ് നെഗറ്റീവ്. അപ്പോൾ ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്, ഈ 4 കണ്ടീഷൻസും ആദ്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ, ഈ ഒരു ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്താണ് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലെ ഈ ഒരു മെട്രിക്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നമ്മൾ ആദ്യം റിയാലിറ്റി എഴുതും, അതുപോലെ ലെഫ്റ്റിലായിട്ട് നമ്മൾ പ്രഡിക്ഷൻ എഴുതും. അപ്പോൾ എന്താണ്, റിയാലിറ്റി 2 കേസുകളാണ്, എയ്തർ യെസ് ഓർ നോ, അതുപോലെ എന്താണ് പ്രഡിക്ഷനും എന്താണ് യെസ് ഓർ നോ. അപ്പോൾ ആദ്യം റിയാലിറ്റിയും അതുപോലെ തന്നെ നമ്മൾ പ്രഡിക്ഷനും എഴുതി വെച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് കണ്ടീഷൻ. എന്താണ്, 2 യെസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എഴുതിയാൽ മതി, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ആദ്യം സെക്കൻഡ് പാർട്ട് എഴുതി വെക്കുക. പോസിറ്റീവ് നെഗറ്റീവ് മേളിൽ എഴുതുക, നെഗറ്റീവ് താഴെ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, സിസ്റ്റം യെസ് പറഞ്ഞു, യെസ് തന്നെ സംഭവിച്ചു. ഇവിടെ എന്താണ്, റിയാലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ആർ സെയിം. ദ ഫസ്റ്റ് കേസ് പറഞ്ഞേക്കുന്നതിനകത്ത് എന്താണ്, റിയാലിറ്റിയും സെയിം ആണ്, എന്താണ് പ്രഡിക്ഷനും സെയിം ആണ്, റിയാലിറ്റി സെയിം ആണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ്, ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ്, നമ്മളെന്താണ് ട്രൂ പോസിറ്റീവ് എന്നുള്ള പറഞ്ഞു. അപ്പോൾ ട്രൂ പോസിറ്റീവ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പം നമ്മൾ എന്താണ് ട്രൂ പോസിറ്റീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, റിയാലിറ്റി എന്താണ് പറഞ്ഞേക്കുന്നത്, യെസ് ആണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ്, പ്രഡിക്ഷൻ യെസ് ആണ് പറഞ്ഞേക്കുന്നത്, റിയാലിറ്റി നോ ആണ് പറഞ്ഞേക്കുന്നത്. ആ കണ്ടീഷൻ എന്താണ്, ഫോൾസ് പോസിറ്റീവ്. അടുത്ത സിസ്റ്റം എന്താണ്, നോയാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഞാൻ നെഗറ്റീവ് എഴുതി, പറഞ്ഞ പോലെയാണ് സംഭവിച്ചത്, നോ പറഞ്ഞു പക്ഷേ എസ് ആ സംഭവിച്ചത്, ദാറ്റ് ഈസ് ഫോൾസ് നെഗറ്റീവ്. ആൻഡ് ദ നെക്സ്റ്റ് കണ്ടീഷൻ ദാറ്റ് ഈസ് ഹിയർ എന്താണ്, സിസ്റ്റം പറഞ്ഞത് നോയാണ്, പ്രഡിക്ഷൻ നോയാണ്, അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് ആദ്യം എഴുതി വെച്ചു, പറഞ്ഞ പോലെ തന്നെ എന്താണ് കാര്യങ്ങൾ സംഭവിച്ചത്, ദാറ്റ് ഈസ് കോൾഡ് ട്രൂ നെഗറ്റീവ് കണ്ടീഷൻ. അപ്പം ഇത് മനസ്സിലായി എന്നെല്ലാവരും വിചാരിക്കുന്നു. ഇതാണ് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ മെട്രിക്സ് എഴുതുന്നത് മിക്കവാറും ഒരു ബോർഡ് എക്സാമിന് ചോദിച്ചേക്കുന്ന 4 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു കേസ് തന്നിട്ട് കൺഫ്യൂഷൻ മെട്രിക്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാണ്. ഇത്തവണത്തെ 2023-24 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ CBSE എന്നതിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് തറവായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി നമ്മളുടെ 4 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ടെക്നിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്യുറസിയാണ് പറയുന്നത്, സെക്കൻഡ് വൺ പ്രിസിഷൻ ആണ്, തേർഡ് വൺ റീകോൾ, ആൻഡ് ഫോർത്ത് മെത്തേഡ് ദാറ്റ് ഈസ് F1 സ്കോർ. 4 മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്, അക്യുറസി, പ്രിസിഷൻ, റീകോൾ ആൻഡ് F1 സ്കോർ. അപ്പോൾ ഈ 4 മെത്തേഡും ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ കൺഫ്യൂഷൻ മെട്രിക്സ് ആദ്യം എഴുതാൻ പഠിച്ചെങ്കിൽ മാത്രമേ ഈ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അക്യുറസിയിലോട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്സർവേഷൻസിൽ കറക്റ്റ് പ്രഡിക്ഷൻ വന്നേക്കുന്നതിൻ്റെ പെർസെൻറ്റേജാണ്. കറക്റ്റായിട്ട് സിസ്റ്റം പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ വെച്ചിട്ട് എന്താണ്, ആ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് അക്യുറസി എന്ന് പറയുന്നത്. നമ്മളും പറയും എന്താണ്, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി അക്യുറേറ്റ് എന്ന് പറയും. അതുപോലെ ഇവിടെ കൺസിഡർ ചെയ്യുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. മൊത്തം സംഭവിച്ച കാര്യങ്ങളിൽ എന്താണ് കറക്റ്റായിട്ട് സിസ്റ്റം പറഞ്ഞേക്കുന്ന കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, അക്യുറസി ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഡിക്ഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസസ് ഇൻറ്റു 100. ഇവിടെ സംഭവിച്ചത് എന്താണ്, അക്യുറസി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്തു, കറക്റ്റ് പ്രഡിക്ഷൻ. അപ്പോൾ 2 കറക്റ്റ് പ്രഡിക്ഷൻ നമുക്കറിയാം, ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും ആണ് 2 കറക്റ്റ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസസ്. അപ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ കേസുകൾ ട്രൂ പോസിറ്റീവ് വന്നിട്ടുണ്ട്, ട്രൂ നെഗറ്റീവ് വന്നിട്ടുണ്ട്, ഫോൾസ് പോസിറ്റീവ് വന്നിട്ടുണ്ട്, ഫോൾസ് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ ഇതിനകത്ത് ഈ കേസിൽ എന്താണ്, ഇതിനകത്ത് മൊത്തം ഫോറസ്റ്റ് ഫയർ ഉണ്ടാക്കിയതിനകത്ത് 98 കേസസിലും എന്താണ് സിസ്റ്റം കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് 2 കേസുകൾ ഫെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് 98 + 0 കൊടുത്തു, മൊത്തം 100 കേസസ് ഉണ്ട്. എന്താണ് 98 + 0 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 കൊടുത്തു. അപ്പോൾ എന്താണ് 98% ഈ സാധനം അക്യുറേറ്റ് ആയിട്ടാണ് പോയേക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അക്യുറേറ്റിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ചെക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്യുറസി മെത്തേഡിൻ്റെ ചില കേസുകളിൽ ചില പ്രശ്നങ്ങൾ വരും. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അതായത് റോങ് കേസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ പക്ഷേ നമുക്ക് അതും കൺസിഡർ ചെയ്തേ ഒക്കത്തുള്ളൂ. സിസ്റ്റം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരുന്ന, ഇപ്പോൾ കാട്ടുതീ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു, പക്ഷേ കാട്ടുതീ ഒന്നും ഉണ്ടായി.
നമുക്കുണ്ടാകുന്ന ലോസ്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് കറക്റ്റ് പ്രൊഡിക്ഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മളുടെ ഇൻകറക്റ്റ് പ്രൊഡിക്ഷൻസും കൂടി നമുക്ക് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് കേസസും അതുപോലെ തന്നെ പ്രൊഡിക്ഷൻ ഇവിടെ നിന്ന് പെർസെൻറ്റേജ് ഓഫ് ട്രൂ പോസിറ്റീവ് കേസസ് വേഴ്സസ് ഓൾ ദ കേസസ് വേർ പ്രൊഡിക്ഷൻ ഈസ് ട്രൂ, അത്രയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അക്കൗണ്ടിൽ രണ്ട് കാര്യങ്ങളാണ് എടുക്കുന്നത്, ട്രൂ പോസിറ്റീവും ഫോൾസ് പോസിറ്റീവും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ഓൾ പ്രഡിക്റ്റഡ് പോസിറ്റീവ്സ് ഇൻറ്റു 100 എന്നുള്ളതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഇക്വേഷൻ ടി പി, അതായത് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ഓൾ പ്രഡിക്റ്റഡ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ടി പിയും എഫ് പി ആണ്. അതുപോലെ എന്താണ് ടി പി ട്രൂ പോസിറ്റീവ് കേസുകളാണ്, കാൽക്കുലേറ്റ് ഇൻറ്റു 100 ആണ് പ്രിസിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രിസിഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വീണ്ടും നമ്മളൊരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിസിഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് എന്താണ് പ്രിസിഷനും വേറെ കാര്യമുണ്ട്. പ്രിസിഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷേ പ്രിസിഷൻ എന്താണ്, പ്രിസിഷൻ ഈസ് ഹൈ, ദാറ്റ് മീൻസ് ട്രൂ പോസിറ്റീവ് കേസ് ആർ മോർ. സോ എന്താണ് നമുക്ക് അടുത്ത കേസിലോട്ട് പോകാം, ദാറ്റ് ഈസ് റീകോൾ എന്ന് പറയുന്നത്. അപ്പം റീകോളിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞാൽ ട്രൂ പോസിറ്റീവും അതുപോലെ തന്നെ എന്താണ് ട്രൂ പോസിറ്റീവും ഫോൾസ് നെഗറ്റീവും കൂടി നമ്മളെന്താണ് കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. റീകോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ് ഇൻറ്റു 100 ആണ്. ടി പി ഡിവൈഡഡ് ബൈ ടി പി പ്ലസ് എഫ് എൻ ഇൻറ്റു 100, ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ റീകോൾ. അപ്പോൾ ഈ 3 മെത്തേഡുകളും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻസ് പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് മെത്തേഡ് ഏറ്റവും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രിസിഷനും റീകോളിനെയും രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിനും കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ് ദാറ്റ് ഈസ് F1 സ്കോർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യമുണ്ട്, പ്രിസിഷനും റീകോളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് രണ്ടും കൂടി ചേർത്തുകൊണ്ടൊരു വാല്യൂ കണ്ടുപിടിക്കാനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള F1 സ്കോർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത്. അപ്പം F1 സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പ്രിസിഷനും റീകോളും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു പ്രിസിഷൻ ഇൻറ്റു റീകോൾ ഡിവൈഡഡ് ബൈ പ്രിസിഷൻ പ്ലസ് റീകോൾ. അത് അപ്ലൈ ചെയ്താലാണ് ഈ പ്രിസിഷൻ റീകോളും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രിസിഷനും റീകോളും വെച്ച് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയൊരു എക്സാമ്പിൾ ഇട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു സ്കൂളിൽ വന്നേക്കുന്ന കൺഫ്യൂഷൻ മെട്രിക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ നിങ്ങൾ എഴുതേണ്ടത് ട്രൂ പോസിറ്റീവും ഫോൾസ് പോസിറ്റീവും ആദ്യം ഇതിനകത്ത് നിന്ന് ഈ കൺഫ്യൂഷൻ മെട്രിക്സിൽ നിങ്ങൾ എഴുതണം. ഇപ്പോൾ എന്താണ് ഇവിടെ എന്താണ് രണ്ടും യെസ് കണ്ടീഷൻസാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് തന്നെ ഇവിടെ യെസ് എന്ന് എഴുതുക, ഇവിടെ നോ എന്ന് എഴുതുക, ഇവിടെ 1 ആണ് യെസ് എന്ന് എഴുതുക, നോ എന്ന് എഴുതുക. എന്നിട്ട് ആദ്യം തന്നെ ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ആദ്യം തന്നെ എഴുതി പോവുക. ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ് ട്രൂ പോസിറ്റീവ് ട്രൂ നെഗറ്റീവ് എന്നുള്ള കാര്യങ്ങൾ ഇടുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് സെക്കൻഡ് പെന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, അതിനകത്ത് വന്നേക്കുന്നതെന്ന് പറയുന്നത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് പ്രിസിഷനും റീകോളും F1 സ്കോറും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റിനകത്തും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ വാല്യൂ എടുക്കുക, ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിസിഷനും റീകോളിനകത്തും F1 സ്കോറും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വന്നത്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ഈ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ എപ്പോഴും ഈ F1 സ്കോറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0s and 1, 0ൻ്റെ 1ൻ്റെ ഇടക്കായിരിക്കും ഇതിൻ്റെ വാല്യൂ നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് വാല്യൂ വേണം എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത് പ്രിസിഷൻ റീകോളും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് F1 കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തറവായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.